അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി നുസൈബക്ക് ഉറക്കം വന്നില്ല. അവളാകെ പേടിച്ചിരിക്കുകയാണ്. പടച്ച റബ്ബേ, എല്ലാം ശരിയായി ഈ ഒരു രീതിയിലെത്തിയിട്ടുണ്ട്, ഇനിയൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഫോണിലേക്ക് വന്ന ആ ഒരു മെസ്സേജ്. അല്ലാ, എന്തൊരു മെസ്സേജാണത്! ഷമ്മാസിനെ എഴുന്നേറ്റ് നടക്കാൻ സമ്മതിക്കരുത്, ഇല്ലായ്മ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആ മെസ്സേജ്. പടച്ച റബ്ബേ, എന്തിനാണ് ആ സാധു മനുഷ്യനെ ഇനിയും കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോളാം. എന്നെ നിക്കാഹ് കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അവർ സുഖമായി ജീവിച്ചോട്ടെ. എൻ്റെ കാരണം കൊണ്ട് അവൻക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരരുത്. ജീവിക്കാൻ ഭാഗ്യമില്ലെങ്കിൽ വേണ്ട, സാരമില്ല. എങ്കിലും എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു വേദനയും അനുഭവപ്പെടാൻ പാടില്ല, ഒരു നഷ്ടവും ആർക്കും വരാൻ പാടില്ല. എൻ്റെ കാരണം കൊണ്ട് ഒരാൾ ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഒരു പക്ഷേ എൻ്റെ കാരണം കൊണ്ട് ഷമ്മാസിനെങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിച്ചു, അതെൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. ഇനിയും ഇതിനേക്കാൾ വലിയൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, ആ ഉമ്മാക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പടച്ച റബ്ബേ, അവരെന്നെ ശപിക്കും. പടച്ച റബ്ബേ, ആ പെണ്ണിനെ മോഹിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ കുട്ടിക്ക് ഈ ഒരു സ്ഥിതി വന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹ്, അതിനൊന്നും ഞാൻ ഇടവരുത്തുന്നില്ല. അള്ളാഹുവേ, ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളാം പഠിച്ചോനെ. എന്നാലും ഷമ്മാസിന് ഒരു ഉപദ്രവവും ഏൽക്കരുത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിറ്റേ ദിവസമാണ് ആ ക്ലാസ് ഉള്ളത്. എക്സാമിന് മുമ്പായിട്ടുള്ള ആ ഒരു ക്ലാസ്. അന്ന് എല്ലാവരും പങ്കെടുക്കണമെന്ന് മിസ്സ് പറഞ്ഞിരുന്നു പ്രത്യേകമായിട്ട്. മനസ്സില്ല പോകാൻ, പക്ഷെ എന്ത് ചെയ്യും? മനസ്സിനുള്ളിൽ വലിയൊരു ഭാരമാണ് കുന്നുകൂടി നിൽക്കുന്നത്. ആ ഉമ്മക്ക് ഞാൻ വിളിച്ചു, പക്ഷെ അവർ ഫോൺ എടുത്തില്ല. പിന്നെ പാവമാണ് ആ സ്ത്രീ എന്ന് തോന്നുന്നു. അവർ അതിൻ്റെ സത്യാവസ്ഥയെല്ലാം എനിക്ക് വിട്ടു തന്നതാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. അന്ന് അതാ നുസൈബ ക്ലാസ്സിന് വേണ്ടി പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അവളുടെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, നുസൈബ മോളെ, എന്തു പറ്റി? മുഖമൊക്കെ നല്ലോണം ചുവന്നിരിക്കുന്നല്ലോ. ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണോ? ഉമ്മ, ഹേയ്, അത് തന്നെ ആയിരിക്കും, അത് സാരല്ല. ഇനിയിപ്പോൾ എന്താ, നീ ഇപ്പോൾ നിനക്ക് എൻട്രൻസിൽ സീറ്റൊക്കെ കിട്ടി, നീ ഇനിയും പഠിക്കാൻ പോകുന്നല്ലേ, MBBS ആകാനുള്ള പഠനത്തിനേക്ക്. അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടിയ നല്ല സുഖമല്ലേ? ഫ്രണ്ട്സുകളെ വിട്ടുപിരിയുന്നതുകൊണ്ടാണോ? അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇൻഷാ അല്ലാ ഞമ്മക്ക് പെട്ടെന്ന് നിക്കാഹ് അങ്ങോട്ട് കഴിച്ചു വിടണം. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒന്നും മനസ്സിന് ഒന്നും ഇല്ലല്ലോ, മാറ്റങ്ങളൊന്നും. നുസൈബ ഒന്നും മിണ്ടിയില്ല. മോളെ, എന്തുണ്ടെങ്കിലും തുറന്ന് പറയണം കേട്ടോ. കാരണം എന്താണെന്നോ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് ഇനിയും ഇപ്പോൾ ഒരു തടസ്സം വരാൻ പാടില്ല. എന്തൊക്കെ തന്നെയാലും പഠിച്ചോൻ്റെ അനുഗ്രഹം കണ്ട് എൻ്റെ കുട്ടിക്ക് ആ വീട്ടിൽ തന്നെ എത്താനുള്ള വിധിയല്ലേ കിട്ടിയത്. ആ ഉമ്മാൻ്റെ മരുമകളായിട്ട് തന്നെയല്ലേ എൻ്റെ മോളുണ്ടാകുക. അത് അള്ളാഹു നൽകിയ നല്ലൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പഠിച്ചവനെ സ്തുതിച്ചോ മാക്സിമം. ആ ഉമ്മാനെ നിനക്ക് തിരിച്ചു കിട്ടിയല്ലോ. കിട്ടിയിട്ടില്ല എന്നാലും ഒരു കിട്ടുന്ന പോലെ ആയല്ലോ. അള്ളാഹുവേ പഠിച്ചോനെ, അള്ളാഹു ഇനി യാതൊരു തടസ്സവും ഇല്ലാതെ വേഗം അങ്ങോട്ട് ഇത് നിക്കാണ്ട് കഴിഞ്ഞിട്ടാൽ മതിയായിരുന്നു. എന്നാൽ വലിയ ആശ്വാസമായിരുന്നു. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങിയിട്ടോ. വളരെയധികം വിഷമത്തോടെ അവൾ യാത്ര പറയുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്ത് മോളെ ഇത്രമാത്രം? അത് സാരല്ല, ഇപ്പോൾ കുറച്ചവിടെ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട്സുകളെ പിരിയുന്നതിലായിരിക്കുമല്ലേ സങ്കടം? ഉമ്മ, അല്ല. അവൾ ചിരി ചെറുതായെന്ന് മുഖത്ത് വരുത്തി. അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. മോളെ സൂക്ഷിച്ചു പോണേ. ആ ഉമ്മ. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ ചാറ്റൽ മഴയത്ത് കുടയും ചൂടി നുസൈബ നടന്നു നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. ആ സമയത്തതാ ഹുസൈനാജിയുടെ ആ വണ്ടി അതിലെ അങ്ങ് പാസ് ചെയ്യുന്നു. അവളെ കണ്ടപ്പോൾ ചെറുതായൊന്ന് ബ്രേക്ക് ചവിട്ടി. അവൾ തിരിഞ്ഞു നോക്കി. അല്ലാ, അയാളിതാ ഇവിടെ. ഒരു നിമിഷം അവൾ പേടിച്ചു പോയി. പിന്നീട് അവൾ ആ ഭാഗത്തേക്ക് തന്നെ ചിന്തിച്ചില്ല. അയാൾ നല്ലൊരു നോട്ടം നോക്കിക്കൊണ്ട് അതാ വേഗം വണ്ടി മുന്നോട്ടെടുക്കുന്നു. അവൾ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവളെ മെസ്സേജ് വീണ്ടും നോക്കി. പടച്ച റബ്ബേ, എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയുന്നില്ല. എന്താ റബ്ബേ എൻ്റെ ജീവിതം എങ്ങനെ? ഒന്നാമത്തത് എങ്ങനെയായി, രണ്ടാമത്തത് ഇതാ ശരിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. അല്ലാ, നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ, നീ എന്നെ കൈവിടല്ലേ അല്ലാ.
അവൾ അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ബസ് വരുന്നു. ആളുകൾ ഇന്ന് തീരെ കുറവാണ്. സ്കൂളില്ലാത്തത് കൊണ്ടായിരിക്കും. ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറന എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് അവൾ പതിവ് പോലെ ബസ്സിൽ കയറുന്നു. ബസ്സിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിൽ അരുവിലെ ഒരു സീറ്റിൽ നുസൈബ പോയിരുന്നു. അവൾ പുറത്തേക്ക് വെറുതെ അലക്ഷ്യമായി നോക്കിക്കൊണ്ടിരുന്നു. പടച്ച റബ്ബേ, അള്ളാഹുവേ, എത്ര സന്തോഷകരമായിരുന്നു ഇന്നലെ വരെ. ആ മെസ്സേജ് കണ്ടതു മുതൽ എല്ലാം കെട്ടടങ്ങി, എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായി. അള്ളാഹുവേ, എന്തൊക്കെ തന്നെയായാലും എന്നെക്കൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ എന്നെ ജീവിക്കാൻ ആരും സമ്മതിക്കില്ലെങ്കിൽ ഞാനിതിൽ നിന്ന് പിന്മാറിക്കോളാം. എനിക്ക് കുഴപ്പമില്ല, സാരല്ല. എന്നാലും അവൻ ജീവിക്കട്ടെ. ഷമ്മാസ് അവൻ്റെ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ജീവിച്ചോട്ടെ. എൻ്റെ കാരണം കൊണ്ട് ഒരാളുടെ ജീവനം നഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് സന്തോഷമില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ കാരണം കൊണ്ട് ഹേയ്, അതിന് ഞാൻ സമ്മതിക്കുന്നില്ല. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞോളാം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനു നന്ന്? എനിക്ക് പിന്നെ ജീവിക്കാൻ കഴിയോ ഇവിടെ? ആ ഉമ്മാക്ക് കഴിയോ? വേണ്ട, ഞാനായിട്ട് ഒഴിഞ്ഞു പോരാം. അതിൽ നിന്ന് നല്ല സങ്കടമുണ്ട്, വേദനയുണ്ട്. പക്ഷേ ജീവിക്കാൻ സമ്മതിക്കൂല എന്നുറപ്പാണ്. അഥവാ ഞങ്ങൾ രണ്ടുപേരും ഒന്നായാൽ തന്നെ ഇല്ല, ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അവനെ ഇല്ലാതാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കതറിയാം. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും ആരുടെ സംസാരമാണെന്നും നുസൈബക്കത് നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ കാറ് അതിലൂടെ പോയപ്പോൾ അവൾ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല. അവൾക്കതിന് ധൈര്യം വന്നില്ല. കാരണം ഒന്നിനും മടിക്കാത്തവരാണ്, എന്തും ചെയ്യാൻ തുനിയുന്നവരാണ്. പടച്ചോനെ, ഈ ദുനിയാവിൽ പണമുള്ളവർക്ക് എന്തും ആവാൻ പറ്റുമോ? പാവങ്ങളെ ഇങ്ങനെ ചവിട്ടി തേക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പ പാവമാണ്, ഞങ്ങൾ പാവങ്ങളാണ്. അതുകൊണ്ട് എന്തും ചെയ്യാം ഞങ്ങളോട്. പണമുള്ളവരല്ലേ, പണമുണ്ടായതുകൊണ്ട് ഏതൊരു കേസും ഒതുക്കി തീർക്കാനും ഇല്ലാതെയാക്കാനും അയാൾക്ക് കഴിയും, അവർക്ക് കഴിയും. അല്ലാ, എന്തിനാ ഈ പാവങ്ങളെ ഇങ്ങനെ നീ പരീക്ഷിക്കുന്നത്? നുസൈബ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ വാർക്കുകയാണ്. പെട്ടെന്ന് അവൾക്ക് എത്തേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടും അവൾ ഇറങ്ങുന്നില്ല. അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. കണ്ടക്ടർ വന്ന് വിളിക്കൂ, ഹേയ്, എവിടെ? അന്തം വിട്ട് നിൽക്കാണോ? ഇറങ്ങണില്ലേ? അപ്പോഴാണ് അവൾ ആ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. പടച്ച റബ്ബേ, ആ എത്തിയോ ഇത്ര പെട്ടെന്ന്? ആ, എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണോ? അവൾ ധൃതിയിൽ ബസ്സിൽ നിന്നിറങ്ങി. ഇറങ്ങിയപ്പോൾ വെറുതെ ആ മൊബൈൽ ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി. അതെ, എപ്പോഴും മനോഹരമായ മുഖവുമായി നിൽക്കുന്ന ആ ഷമ്മാസ്, അവനെ കാണാത്ത ആ ഷോപ്പ്. ഹേയ്, എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? വെറുതെ. ആ ഒരു ഷോപ്പിൻ്റെ വെളിച്ചമെല്ലാം കെട്ട പോലെ. അതിലെ ആൾത്തിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയില്ല, വല്ലാത്തൊരു മൂകത. അവൾ അറിയാത്ത രീതിയിൽ ആ ഷോപ്പിലേക്ക് വെറുതെ നോക്കി നിന്നു. എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചുകൊണ്ട്, പഠിച്ചോനെ, എൻ്റെ കാര്യം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വേണ്ട, ഞാനിതിൽ നിന്ന് പിന്മാറുകയാണ്. അവർ ജീവിച്ചോട്ടെ. ഒരിക്കലും ഒരു ജീവൻ എൻ്റെ പേരിൽ നഷ്ടപ്പെടരുത്. പഠിച്ച റബ്ബേ, എനിക്കത് താങ്ങാൻ കഴിയില്ല. ആ ഉമ്മയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേണ്ട. ഹേയ്, ഷമ്മാസിനെ മതി വരുവോളം ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഹൃദയത്തിൽ അവൻ തട്ടി നിൽക്കുകയാണ്. അല്ലാ, എന്തു ചെയ്യും? ജീവിക്കാൻ അനുവദിക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, അവന് യാതൊരു കുഴപ്പവും പറ്റരുതേ. എൻ്റെ കാരണം കൊണ്ട് ഒന്നും സംഭവിക്കരുതേ. അവൾ ആ മൊബൈൽ ഷോപ്പിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നതാ ഷിഫ അങ്ങോട്ട് വരുന്നു. നുസൈബ, ഡി ഹിജാബി, ഡി. എന്താ റബ്ബ ഈ പെണ്ണ് അന്തം വിട്ടു നിൽക്കുന്നത്? അവൾ തൻ്റെ കൈകളിൽ പിടിച്ചപ്പോഴാണ് നുസൈബ അതറിയുന്നത്. ഷിഫ, എന്താ പെണ്ണെ, സന്തോഷിക്കേണ്ട സമയത്ത് എന്താ നിനക്ക്? നിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കുന്നത്. അതെ, നീ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? നിനക്കറിയില്ല പെണ്ണെ, അവിടെ ഷമ്മാസില്ല, അവൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം. എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നത്? നാളെയോ മറ്റന്നാളോ? ഷിഫ, എടി എന്താ പെണ്ണെ? ഹോ, സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് എനിക്കിത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിക്ക്. എന്താ അറിയില്ല, എൻ്റെ ആഗ്രഹമൊക്കെ പൂർത്തിയായതുപോലെടി. എന്താ അറിയുന്നില്ല. സംഭവം നിനക്കാണ് ജീവിതം കിട്ടുന്നത്, പക്ഷേ എൻ്റെ ഹൃദയമാണ് നിറഞ്ഞത്. നീ എൻ്റെ കൂട്ടുകാരിയല്ലേ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരുപാട് വേദനയും വിഷമവും സഹിച്ച പെണ്ണല്ലേ നീ.
അതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് നിൻ്റെ കാര്യത്തിൽ. ഓ, നീ ഭാഗ്യവതിയാടേ. അള്ളാഹു നിൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞ മായി. കണ്ടില്ലേ, നിനക്ക് നിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തിരിച്ചു കിട്ടി. എന്തൊരു ഭാഗ്യമാണത്. എടേ ഷിഫ, അത് കിട്ടിയിട്ടില്ലല്ലോ. എന്തേലും കിട്ടാൻ? ഇനിയിപ്പോൾ നാളെ മറ്റന്നാളാവും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തും. പിന്നെ അവന് നടക്കാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ ആയി തുടങ്ങിയാൽ പള്ളിയിലെത്തി നിക്കാഹ് കഴിക്കും, അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ അല്ലേ. എന്തൊക്കെ തന്നെ ആയാലും ഇനിയിപ്പോൾ അതല്ലുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. നീ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കണ്. അല്ല, ഇന്നെന്തപ്പോൾ നിനക്ക് ഇത്ര സങ്കടം? ഇവിടെ ക്യാമ്പസ് വിട്ടു പോകുന്നതുകൊണ്ടാണോ? എടി പെണ്ണെ, ക്യാമ്പസ് വിട്ടു പോകുന്നതിന് എനിക്കും സങ്കടമുണ്ട്, ശരിയാണ്. നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിച്ച് കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ നിനക്കൊരു ഷമ്മാസിനെയും കിട്ടി ഈ ഒരു ക്യാമ്പസിൽ നിന്ന് തന്നെ. നീ ഒരു ഭാഗ്യവതിയല്ലേ. ശരിയാണ്, വിട്ടു പോകുമ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷെ നീ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അതായത് എന്താ, നിനക്ക് ഈ ക്യാമ്പസ് വിട്ടു പോകുന്നതോടുകൂടി നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് നിനക്ക് കിട്ടുന്നത്, അല്ലേ? നിനക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇനി നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോഴേ എക്സാമിനുള്ളതൊക്കെ സെറ്റല്ലേ? എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴേ ഷമ്മാസ് നിൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് ദാ ഉയർന്ന റാങ്ക് അവൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ഷമ്മാസ് അറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നിൻ്റെ ഉമ്മ അറിയുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. ലെഡി, നീ വാ ക്ലാസ്സിലേക്ക്. മുസീബയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവളതാ ക്ലാസ്സിലേക്ക് പോകുന്നു. അവളുടെ ചിന്ത മറ്റെവിടെയോ ആണ്. ക്ലാസ്സിൽ മൂകമായാണ് നുസൈബ ഇരിക്കുന്നത്. ഷിഫ എത്രയൊക്കെ തന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടും ഷമ്മാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒന്നും അവൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അല്ല പെണ്ണെ, ഞാൻ ആലോചിക്കുകയാണ്, നിനക്ക് എന്താ പെണ്ണെ ഇത്ര ടെൻഷൻ? നിനക്ക് ഇത്രയ്ക്കും നല്ലൊരു ചെക്കനെ ഇവിടുന്ന് സെറ്റാക്കി കിട്ടിയില്ലേ? അതെ, നിൻ്റെ മിടുക്കൊണ്ടെന്നല്ല കേട്ടോ, ഞാനാണത് ഒപ്പിച്ച് തന്നത്. അവന് നിന്നെ ചോദിച്ചു, അല്ലെങ്കിൽ എനിക്ക് പറയായിരുന്നു, ഹേയ് അവൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന് ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും കൂടി അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ നിനക്ക് ആ നല്ലൊരു ചെക്കനെ കിട്ടണത്, ഷമ്മാസ് എന്ന പേരുള്ള. അതും നിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കല്യാണം കഴിച്ച ആദ്യത്തെ. എന്തൊക്കെ അത്ഭുതമല്ലേ സംഭവിക്കുന്നത്. എന്നാലുടി ആ ഉമ്മനെ കിട്ടിയില്ലേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. ഷിഫ ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും നുസൈബക്ക് മനസ്സിനുള്ളിൽ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. മിസ് ക്ലാസ്സിലേക്ക് വന്നു. എല്ലാവരോടുമായി മിസ് പറഞ്ഞു, എൻ്റെ മക്കളെ, ഇനി നിങ്ങളെ ഒരു പക്ഷെ നാളെ ഞാൻ കാണില്ല. ഇനി കാണില്ലല്ലോ നമ്മൾ, അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളിവിടുത്തെ എൻട്രൻസ് എക്സാമൊക്കെ കഴിഞ്ഞ് പോയാലും നിങ്ങൾ എവിടെ വെച്ചെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഈ മിസ്സിനെ കണ്ട ഭാവം നടിക്കണേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊക്കെ വലിയ വലിയ ഡോക്ടർമാരായി ഇറങ്ങും. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഈ ടീച്ചിങ് കോഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ടീച്ചറും നിങ്ങൾ ഡോക്ടറും ആവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ സുഖമില്ലാതെ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആ ചുവരിൽ കണ്ട ആ ഒരു ബോർഡ് ഞാൻ വായിക്കും. ഡോക്ടർ നുസൈബ, ഡോക്ടർ ഷിഫ, ഡോക്ടർ ഷെഫീഖ്, ഡോക്ടർ ഷമീം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടാവും ഒരു സന്തോഷം. അല്ല, ഇതിപ്പോൾ ഞാൻ പഠിപ്പിച്ച മക്കൾ തന്നെയാണോ? അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ, എനിക്കെൻ്റെ കാലുകൊണ്ട് തീരെ വയ്യ നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറയുമ്പോഴായിരിക്കും നിങ്ങളെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത് എന്താ, എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു പക്ഷേ ഞാൻ വയസ്സായിട്ടുണ്ടാവും, മുടിയൊക്കെ നിരച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ മിസ്സല്ലേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും എനിക്കും മനസ്സിലാകുക. അങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോഴൊന്നും നമ്മളെ മറക്കരുത് കേട്ടോ, അതാ എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും എൻ്റെ മരണം. അതെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച്. അത് പറഞ്ഞപ്പോൾ കുട്ടികളാകെ സങ്കടപ്പെട്ടു. മിസ്സേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല മക്കളെ, ഞാൻ പറയാമെന്ന് മാത്രം. ഞാനിവിടെ നീറ്റ് എക്സാമിനുള്ള എല്ലാ പ്രിപ്പറേഷനും നിങ്ങൾക്കിവിടെ ചെയ്തു തന്നു, എല്ലാം നടത്തി. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഡോക്ടറാണ്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഈ ഡോക്ടർ ഭാവിയിൽ നല്ല ഡോക്ടറായി മാറണം. ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ നോക്കണം, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. ഒരുപാട് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷി നല്ലതായിരിക്കണം. നല്ലൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഏതൊരു ജീവനെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. ഒരിക്കലും ക്യാഷിന് വേണ്ടി
എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ഉദ്ദേശം അതൊന്ന് മാറ്റിവെക്കുക. ഓരോ ജീവനുകളും രക്ഷിക്കണം, അവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്യണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അങ്ങനെയായാൽ നല്ലൊരു ഡോക്ടറായി നിങ്ങൾ മാറും. ഡോക്ടറായാലും ഇത്ര 50,000, 1 ലാക്ക്, 2 ലാക്ക്, 3 ലാക്ക് അങ്ങനെ ക്യാഷ് കിട്ടും. അത് നല്ല ജോലിയാണ്, നല്ല ക്യാഷ് കിട്ടുന്ന ജോലിയാണ് എന്നുള്ള ഒരു ഉദ്ദേശമല്ല നമുക്ക് വേണ്ടത്. നമ്മളെക്കൊണ്ട് ഓരോ ജീവനുകൾ രക്ഷപ്പെടണം, എല്ലാവർക്കും സഹായമാകണം. അതാണ് നാം ലക്ഷ്യമാക്കേണ്ടത് എപ്പോഴും. അങ്ങനെയായാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. ഡിയർ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ മുഖം ഒരിക്കൽ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോളിഡേയ്സിലും ഞാൻ നിങ്ങളെ വിളിച്ചത്. പിന്നെ ഇന്ന് ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കണ്ട, വേണ്ടല്ലോ. ഇല്ല, ഇന്ന് ഞാനൊന്നും പഠിപ്പിക്കില്ല. ഇന്ന് എൻ്റെ മക്കളെ എനിക്കൊന്ന് കണ്ണെറിയെ കാണണം. കണ്ണെറിയെ കണ്ട എൻ്റെ മക്കളെ ഈ മുഖം ഒരു പക്ഷേ ഇനി എനിക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റപ്പ് വെക്കണം. അപ്പോഴേക്കും നിങ്ങളൊക്കെ നല്ല ഉയർന്ന റാങ്കൊക്കെ വാങ്ങി എൻ്റെ മുമ്പിൽ വരണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് റാങ്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ എക്സാമിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ വരാതിരിക്കരുത്. നിങ്ങൾ വിജയിച്ചാലും തോറ്റാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല. ഇനിയും ഇവിടെ ക്ലാസ് ഉണ്ടാകും, നീറ്റ് കോച്ചിങ് ഇവിടെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് തയ്യാറാക്കാം. പക്ഷേ നിങ്ങൾ മാക്സിമം തോറ്റു വരുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ജയിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കണം. മനസ്സിൽ എന്ത് ടെൻഷനുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക, മാറ്റിവെക്കുക, ടെൻഷനോട് വിട പറയുക. വെറും നമ്മുടെ മൈൻഡ് നല്ല കൂളായിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. അങ്ങനെ കേട്ടോ. പിന്നെ മിസ്സ് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അത് കേട്ട് എല്ലാവരും കരഞ്ഞു പോയി. മിസ്സേ, ഹേയ്, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എത്രമാത്രം സ്നേഹത്തോടെയാണ് നിങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്സേ, നിങ്ങൾ ഞങ്ങൾ കരയിപ്പിക്കല്ലേ. ആ മിസ്സിൻ്റെ കണ്ണുകളും അപ്പോൾ അവിടെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. നുസൈബക്ക് അതും കൂടി കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അല്ലാ, എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെടുകയാണോ? എനിക്ക് എന്താ? നുസൈബയുടെ തേങ്ങൽ നിർത്താനാവുന്നില്ല. ഷിഫ അവളെ ആശ്വസിപ്പിച്ചു. സാരല്ല പെണ്ണേ, അല്ലെങ്കിലും നീ ഇന്ന് രാവിലെ മുതൽ എങ്ങനെയാണ്? മിസ്സിൻ്റെ ക്ലാസ് കൂടി കേട്ടപ്പോൾ എല്ലാവരും കരഞ്ഞു പോയി. പക്ഷേ നീ എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടുന്നത്? നിനക്ക് ഈ ഒരു വിഷമം മാത്രമല്ല, വേറെന്തൊക്കെയോ ഉണ്ട് നിൻ്റെ മനസ്സിൽ. അപ്പോഴേക്കും മിസ്സ് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അതുപോലെ സാറും വന്ന് ഒരുപാട് ഉപദേശങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ഭാവി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ട ആളുകൾ, മറ്റൊരാളല്ല. ഞാൻ എന്താവണം, ഞാൻ എന്തായി തീരുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരാൾക്കും അത് വിചാരിച്ചാൽ അത് പറ്റില്ല. നിങ്ങളെക്കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആത്മവിശ്വാസമാണ് വേണ്ടത്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം ശരിയാകും. അല്ലാതെ നമ്മൾ ആർക്കോ വേണ്ടി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ വിജയിക്കണം. അത് ഈ ഒരു എൻട്രൻസ് എക്സാമിന് മാത്രമല്ല, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ. നമ്മൾക്ക് വേണ്ടി നമ്മൾ ജയിക്കണം, അതിന് നമ്മൾ പരിശ്രമിക്കണം. അതാണ് വേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഫുഡൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റിലാക്സായി വീട്ടിലേക്ക് പോയിട്ട് ഇനി എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ, ഇനി കൂടുതൽ ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കരുത് കേട്ടോ. ആരും രാത്രിയൊന്നും ഒരുപാട് സമയം ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കരുത്. ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു 5 മണി പുലർച്ചെയാണ്. ആ ഒരു ടൈമിന് നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് മെമ്മറിയിൽ കയറും. ഒരുപാട് രാത്രി 10 മണി, 11 മണി, 12 മണി വരെ ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഉറക്കൊഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ ദിവസം ശരിക്കത് ആൻസറൊന്നും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഓർമ്മ കിട്ടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തലേ ദിവസം നിങ്ങൾ രാത്രി ഒന്നും പഠിക്കരുത്. ഓക്കെ? അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. നമ്മൾക്ക് പ്രത്യേകമായി ഞാൻ പറയാം, നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ റാങ്ക് കിട്ടാൻ ചാൻസുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതിലൊന്നാമതായിട്ട് ഞാൻ പറയുന്നത്, എല്ലാവരും ഒരുപോലെ തന്നെയുണ്ട്, എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. പക്ഷേ അതിൽ മെയിനായിട്ടൊരാളുണ്ട്. അതാ ആ തട്ട മുഖത്തിട്ട് നിൽക്കുന്ന ആ പെണ്ണ് നുസൈബ. അതെ, അവൾ
സ്ഥാപനത്തിന് വളരെയധികം ഒരു പ്രതീക്ഷയാണ്. അവളെന്നല്ല എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കാരണം അവളുടെ കാര്യം ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അവൾ അത്രക്കൊരു ബുദ്ധിമുട്ടായ രീതിയിൽ നിന്ന് അവൾ കെയർ ചെയ്ത് അവളെ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് അത്രക്കും ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നതാണ് അവൾ. അതുകൊണ്ടാണ് അവളുടെ കാര്യം പ്രത്യേകം ഒന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവരും എല്ലാം കൊണ്ട് ഉഷാറല്ലേ? യാതൊരു വിഷമം ബുദ്ധിമുട്ടും പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ? ഇല്ല സർ. അതെ, അതുകൊണ്ടാണ് കേട്ടോ അവളെ കാര്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഓക്കെ. നുസൈബ, മാഷത അവളെ വിളിക്കുന്നു. അവളുടെ മിഴികൾ നേരെ സാറിന് നേരെ. സാർ. നുസൈബ, എന്താ ഇന്നൊരു ആക്റ്റീവ് കുറവുണ്ടല്ലോ? എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് എന്നെ അവിടെ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ. അവൾ ഇരിക്കുന്നു. സാറും മിസ്സും ക്ലാസ്സിൽ നിന്ന് പോയപ്പോൾ എല്ലാവരും പരസ്പരം ഓരോന്ന് സംസാരിക്കലും പറയലും ഭയങ്കര ബഹളമായി. എല്ലാവരും അവരവരുടെ അവസാനത്തെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് പിരിയുന്ന തിരക്കിലും സ്വീറ്റുകൾ പരസ്പരം കൈമാറുക, ആ രീതിയിലൊക്കെ. എന്തായാലും റാങ്കുകൾ വാങ്ങണം, നല്ല ഉയർന്ന റാങ്ക് തന്നെ കരസ്ഥമാക്കണം. നമ്മൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ പഠനത്തിൻ്റെ നിലവാരം നമുക്കത് തെളിയിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഷിഫക്ക് ആകെ ടെൻഷനാണ്. കാരണം മറ്റൊന്നുമല്ല, നുസൈബ ഇന്ന് നല്ല ടെൻഷനിലാണ്. പഠിച്ച റബ്ബേ, എക്സാമാണ്. ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും ഇവൾ ഈ വിഷമത്തിൽ നിന്നാൽ എന്തായിരിക്കും ചെയ്യുക? എൻ്റെ പ്രതീക്ഷ അവൾ ജയിക്കണം, റാങ്ക് നേടണമെന്നാണ്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ജയിക്കുമെന്ന്. എനിക്കെന്തെന്നറിയില്ല, പഠിക്കാനേ ഈ വിഷയത്തിനോടൊരു താല്പര്യം കിട്ടുന്നില്ല. ഒരുപാട് നോക്കി, പലതവണ നോക്കി, പുസ്തകം അവിടെ അടച്ചു വെക്കും. ഹേയ്, നുസൈബ് ജയിച്ചാൽ അത് ഞാൻ ജയിച്ച പോലെ തന്നെയല്ലേ? പിന്നെന്താ? നുസേ, പെണ്ണെ നുസൈബ, നിൻ്റെ ഹിജാബ് ഒന്ന് മാറ്റിക്ക്. എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പറയടി. വാ, നമുക്ക് പുറത്തേക്ക് പോവാം. നുസൈബയും ഷിഫയും അതാ പുറത്തേക്ക് പോകുന്നു. ഷിഫ, ഇനി നിന്നെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോടാണ് പറയാറുള്ളത്. ഇനി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മോളെ, എൻ്റെ പെണ്ണെ, നീ നന്നായിട്ട് പഠിച്ചിട്ട് വേഗം എക്സാം എഴുതി റാങ്ക് വാങ്ങാൻ നോക്കിട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേടാ. നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം. നീ എക്സാമിന് നല്ല ഉയർന്ന റാങ്ക് വാങ്ങി പാസ്സാണെന്നുള്ളത്. അതേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് കൂട്ടുകൂടുള്ളൂ. നിന്നോടൊന്നും ഞാൻ പറയും. ഒരു ചിരിക്കും കളിക്കും തമാശക്കൊന്നും ഞാനില്ല. ഇനി എക്സാം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ കൂടുതലായി നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അല്ല, നീ എന്തിനിപ്പോൾ ഇങ്ങനെ വിഷമിക്കണേ? ഒന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ദേഷ്യം പിടിക്കണുണ്ട് കേട്ടോ. എൻ്റെ ഈ സ്വഭാവം കണ്ടിട്ട് എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം തുറന്ന് പറയണമെന്ന്. എന്ത് കാരണം കൊണ്ടാണ് ഈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കരയണത്? എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞോ? അവരിനിപ്പോൾ ഇവൻ്റെ അനിയനായതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കൂല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, ഇല്ലടി, എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. പക്ഷേ ഷമ്മാസ് എന്താടി ഷമ്മാസ്, അവനെ എനിക്ക് എന്താ നിനക്കിഷ്ടല്ലേ? അതല്ല എടി, അവൻ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ. എൻ്റെ കാരണം കൊണ്ട് അവനക്കൊന്നും പറ്റരുത്. എൻ്റെ പൊന്നാര പെണ്ണ് നുസൈബേ, എന്തൊക്കെ ഈ പുലമ്പുന്നത്? ഓൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിന്നെ കെട്ടുന്നതിലൂടെയാണ്. നിന്നെ നിക്കാഹ് കഴിച്ചാൽ അവന് സന്തോഷകരമായി ജീവിക്കാം. അതാണ് അവൻ്റെ മനസ്സിലെ സന്തോഷം. നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണത്? അല്ലടി, അവനക്കൊരു ആക്സിഡൻ്റ് ഇപ്പോൾ വന്നല്ലോ. അത് എന്നെ കാണാൻ വരുന്ന തലേ ദിവസം. ഇനിയിപ്പോൾ എൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസം അവൻ എന്തായിരിക്കും പറ്റുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താടി? അത് ആക്സിഡൻ്റ് ആയതല്ലേ? അതൊക്കെ പഠിച്ചോൻ്റെ ഒരു വിധികളല്ലേ? അതൊക്കെ തരണം ചെയ്തോ, അങ്ങനെ ആയല്ലോ. ഇനിയിപ്പോൾ നടത്തുന്ന റെഡിയാകാനുള്ളൂ. അത് കുറച്ച് ദിവസം കൊണ്ട് റെഡിയാവാം. മുറിവൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് റെഡിയാവും. ബാക്കിയൊക്കെ റെഡിയായല്ലോ. സംസാരിക്കുന്നുണ്ട്, നല്ല ഓർമ്മശക്തി ഉണ്ട്, ആക്റ്റീവായല്ലോ. ശരിയാണടി, പക്ഷേ എന്താ ഇനി എന്താ എൻ്റെ പ്രശ്നം പറയും? ഷമ്മാസ് ജീവിച്ചോട്ടെ നല്ല രീതിയിൽ അവൻ്റെ ഉമ്മയുടെ കൂടെ. ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അവനെ സങ്കടപ്പെടുത്താനായിട്ട്, ആ ഉമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ലടി. അതുകൊണ്ട് എടി പെണ്ണേ നുസൈബ, അവളുടെ ആ കവിളിൽ ഷിഫ ഒന്ന് നുള്ളി. ആ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു. എന്താ പെണ്ണേ ഈ പറയണത്? ഇത്രയൊക്കെ ആക്കിയിട്ട് എല്ലാം സെറ്റായി നിക്കാഹിനോടനുബന്ധിച്ചായപ്പോൾ നീ എന്തെങ്ങനെ വാക്ക് മാറാൻ ശ്രമിക്കുന്നത്?
നീ ചതിയെത്തിയല്ലേ? ഒരിക്കലും ഇങ്ങനെ ചതി ചെയ്യാൻ പാടില്ല പെണ്ണെ. ആ ചെക്കൻ എത്രമാത്രം ആഗ്രഹിച്ചതാണ്. പിന്നെ നീ എന്തെങ്ങനെ ചതിക്കണത്? ഇങ്ങനെ ചെയ്യാൻ പഠിച്ചോ നിന്നോട് പൊറുക്കൂലടി. നോക്കിക്കോ. എനിക്ക് എന്നോടുള്ള ദേഷ്യം അതാണ്. എല്ലാം ഒത്തു ശരിയായി വരുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ ഒഴിവാൻ ശ്രമിക്കും. ഷിഫ, അവനെങ്ങാനും എന്നെ നിക്കാഹ് കഴിച്ചാൽ പിന്നെ വെച്ചേക്കില്ലടി. ആരെ? അവനെ ഇല്ലാതാക്കും. ആരാണടി? നീ എന്തൊക്കെയാ പുലമ്പുന്നത്? അതെടി, എന്നെ കാണാൻ വന്നില്ലേ എൻ്റെ വീട്ടിലേക്ക് ആ ഹുസൈനാജി? അതെ, അയാൾ. എന്താ പെണ്ണെ നീ പറയണത്? ഈ വെറുതെ ഓരോന്നില്ലാത്ത പറയണ്ട കേട്ടോ. എന്ത് തെളിവുണ്ട് എന്തെങ്കിലും കാട്ടിക്കൊടുക്കുക? അതുമില്ല. ഇത് വെറുതെ ഓരോ അങ്ങനെ ആലോചിച്ചുണ്ടാക്കുകയാണ്. അങ്ങനെയൊന്നും വരൂല. അയാളങ്ങനെ വരാതെ എന്താന്നില്ലേ? ഇവിടെ പോലീസും കോടതിയില്ലേ? ഒക്കെ ഉണ്ടടി. പണത്തിൻ്റെ മേൽ എല്ലാം. അതിനൊക്കെ പുല്ല് വിലയുള്ളൂ അയാൾക്ക്. പണം കൊണ്ട് മറിക്കല്ലേ. എന്ത് ചെയ്യാലോ? എടി, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? പറ, എന്താണ്? എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്തേ ചെയ്യണോ? എന്ത് ഈ പറയും? അയാൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കണോ? പക്ഷേ ഒരു തെളിവുമില്ലാതെ ഞാൻ എന്തിനാ അയാൾക്ക് കേസ് കൊടുക്കണേ? നുസൈബ അവളുടെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. നോക്കടി, ഈ വോയിസ് ഒന്ന് കേട്ട് നോക്ക്. എന്തടി, ആരുടെ വോയിസാണ്? അവൾ ആ വോയിസ് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടു. അവൻ എണീറ്റ് നടക്കരുത്. ഇനിയിപ്പോൾ നടന്നാൽ തന്നെ ഇല്ലായ്മ ചെയ്യണം. അതാണ് വേണ്ടത്. ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള രീതിയിലുള്ള അത് കേട്ട് ഷിഫ ശരിക്കും ഞെട്ടി. പടച്ച റബ്ബേ, ആരാടി ഇത് പറയുന്നത്? ഇത് ആരാ അയച്ചുന്നത്? ഇത് നമ്പർ? ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചത് ആരാണ്? ഇത് ഹുസൈനാജിൻ്റെ ഭാര്യയുടെ നമ്പറാണ്. ഉമ്മയുടെ ഫോണിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. ഇത് നിൻ്റെ നമ്പറിലേക്കാണോ അങ്ങനെ വന്നത്? അതേടി, എൻ്റെ നമ്പറിലേക്കാണ് വന്നത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഷമ്മാസിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ഭയമാകുകയാണ്. പഠിച്ചോനെ, അതിനെ എങ്ങാനും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാടി നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യം? നമ്മളെ കാരണം കൊണ്ട് ഒരാൾ. സാരല്ല, ക്ഷമിക്ക്. പിന്നെ ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. എക്സാമാണ്. എക്സാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എക്സാം നല്ല രീതിയിൽ നീ അറ്റൻഡ് ചെയ്യുക. ആ നമ്പർ ഉണ്ട് കൊണ്ടാ. ആ നമ്പർ താ. ബാക്കിയൊക്കെ ഞാനായിട്ട് വോയിസും വിട് ഇന്ത്യക്ക്. നുസൈബ ഏതാ ആ വോയിസും ആ കോണ്ടാക്റ്റ് നമ്പറും അതിലേക്ക് വിടുന്നു. ഷിഫ, ഇത് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കി. പക്ഷേ അവർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എന്താ ഞാൻ ചെയ്യാം? സാരല്ല, ഒന്നും വിഷമിക്കണ്ട. ഈ കൂളാവ്, റിലാക്സ്, കൂൾ ഡൗൺ, റിലാക്സ്. ഷിഫ ഏതാ നുസൈബയുടെ പുറത്ത് തട്ടുന്നു. അതെ, മൈൻഡ് ഒന്ന് റെഡിയാക്ക്. ഒന്ന് ദീർഘനിശ്വാസം വിട്ടെ. മൈൻഡ് റെഡിയാക്കി നല്ല രീതിയിൽ കൂളാകും. പിന്നെ സാർ നിന്നെ വിളിച്ചിരുന്നല്ലോ. വാ, നമുക്ക് നമ്പറും വോയിസൊക്കെ നീ എൻ്റെക്ക് വിട്ടില്ലേ? ഓക്കെ, അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നോക്കിക്കോളാം. ഈ ആ കാര്യത്തിൽ പേടിക്കേ വേണ്ട. വാ, നമുക്ക് സാറിൻ്റെ അടുത്ത് പോവാം. സാറതാ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നു. സാർ, വന്നോ? എന്താ നുസൈബ എന്താ അവിടെ നിൽക്കുന്നത്? സാറേ, അവൾ വരുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിട്ട്. നുസൈബ, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല സാറേ. പിന്നെ നീ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണല്ലോ പെണ്ണെ നിൽക്കുന്നത്. എക്സാം ആയില്ലേ? ഇനിയും നിൻ്റെ സങ്കടം ഒന്ന് മാറ്റിച്ച് നീ ഒന്ന് ആക്റ്റീവാകുക. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രതീക്ഷ, റാങ്ക് ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ നുസൈബയിലാണ് ഉള്ളത്. നുസൈബ ലത്തീഫ് എന്നുള്ള ഈ കുട്ടിയുടെ പേരിലാണ് നിൽക്കുന്നത്. അത് പൊന്നുമോളെ, തകർത്ത് കളയരുത്. നിനക്കതിന് കഴിയും. അതിനു വേണ്ടി പരിശ്രമിക്കണം. ഞാൻ കരുതി നീ വീട്ടിൽ പോയോ എന്ന്. പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ നിങ്ങളൊന്നും? ഇല്ല, കഴിച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മൾ മാക്സിമം ദൈവത്തോട് പ്രാർത്ഥിക്കുക, എക്സാം എഴുതുക, ടെൻഷൻ വേണ്ട, യാതൊരു ടെൻഷനും പാടില്ല, കൂളായിട്ട് എഴുതുക. ഓക്കെ? പിന്നെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ എന്തൊക്കെ തന്നെ ഈ ഒരു എക്സാം മോള് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു സാറിനെ ഓർത്ത്, ആ ഒരു മിസ്സിനെ ഓർത്ത് മോള്
വിജയം നൽകണം ഞങ്ങൾക്ക്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് നീ. മോളെ, ഇവിടെ വിജയം ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. അത് മാത്രമല്ല, ഒരുപാട് നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെയല്ലേ മാതൃകയാവേണ്ടവർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, അതേ പറയാനുള്ളൂ. എന്തായാലും നല്ല സന്തോഷത്തോടു കൂടി എക്സാം എഴുതുക. വേറൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ പൊന്നും മോളെ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ അതാ നുസൈബയെ സാറും മിസ്സും യാത്രയാക്കുന്നു. അവൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി. ഷിഫ അവളോട് പറഞ്ഞു, എടി പെണ്ണേ, സാറ് പറഞ്ഞത് ഞാനും കേട്ടു. സ്ഥാപനത്തിൻ്റെ പ്രതീക്ഷയാണ് നീ, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നുസൈബയുടെ ആ ഒരു ഫസ്റ്റ് റാങ്കോട് കൂടിയുള്ള ആ ഒരു ഫ്ലെക്സ് അതിങ്ങനെ തിളങ്ങണം. എടി അതൊന്നും വേണ്ട, അല്ലെങ്കിലും ഞാൻ മുഖം കാണിക്കാറില്ലല്ലോ, എൻ്റെ ഹിജാബല്ലേ അതിലും കാണുള്ളൂ. ആയിക്കോട്ടെ, നിൻ്റെ മനോഹരമായ കണ്ണുകൾ കാണുമല്ലോ. അത് കേട്ട് അവൾ വീണ്ടും സങ്കടപ്പെട്ടു. എടി അത് കാണാൻ ഇനി ആരുമില്ല, ഒരാളുണ്ടായിരുന്നു, അത് എന്നിൽ നിന്ന് നഷ്ടപ്പെടുകയാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, നീ എക്സാം എഴുതുക, വീട്ടിലേക്ക് പോവുക, ഓക്കെ. ഈ കാര്യം ഇത് സെറ്റാണ്. ഈ നമ്പർ അതുപോലെ തന്നെ ഈ വോയിസ് അത് എൻ്റെ കയ്യിലുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ നീ വിഷമിക്കേ വേണ്ട, അതെല്ലാം ഞാൻ സെറ്റാക്കും. നീ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട, പോയിക്കോ വീട്ടിലേക്ക്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നെ അതുപോലെ എല്ലാവരും ഇത് സെൽഫിയൊക്കെ എടുക്കണം. നിനക്കൊന്ന് സെൽഫി എടുക്കാൻ താല്പര്യമില്ലേ എല്ലാവരുടെയും കൂടെ? എന്തിനാടി എൻ്റെ ഹിജാബ് ധരിച്ച മുഖം? അത് അല്ലടി, എന്നാലും നിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടൂടെ? ഷിഫ, എനിക്ക് നീ ഉണ്ടല്ലോടി, അത് മതി. പഠിച്ചോ, എനിക്ക് നിന്നെ തന്നിട്ടുണ്ടല്ലോ, അത് മതി. ആ ആയിക്കോട്ടെ. അത് കേട്ട് ഷിഫയുടെ കണ്ണുകളെ നിറഞ്ഞു. വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ ഷിഫക്ക് ഫുഡ് കഴിക്കാനേ കഴിയുന്നില്ലായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ. എടി പെണ്ണേ, എക്സാമിന് നല്ല ഉഷാറായി എഴുതാനുള്ളതാണ് കേട്ടോ. പിന്നെ സാറും മിസ്സും സ്നേഹത്തോടെ തന്ന ഫുഡാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ അനുഗ്രഹം കൂടി ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞ് നുസൈബയെ പറ്റിച്ചു. അത് കേട്ടപ്പോൾ അവൾക്ക് സാറിനോടും മിസ്സിനോടുള്ള ബഹുമാനം കൊണ്ട് അവൾ ഫുഡ് കഴിക്കാനൊരുങ്ങി. ആ കോളേജിലെ അവസാനത്തെ നിമിഷങ്ങൾ എല്ലാവരും കെട്ടിപ്പിടിച്ചും സെൽഫി എടുത്തും എല്ലാവരും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചും അവർ പിരിയുകയാണ്. ഇനി ഒരിക്കലും ആ ക്യാമ്പസിലേക്ക് അവർ വരില്ല. ഹേയ്, ഒരിക്കലും ഇനി ഷിഫിയെയും കാണില്ല, നുസൈബിയെയും കാണില്ല, മറ്റാരെയും കാണില്ല. എല്ലാവർക്കും സങ്കടമാണ്. എന്തെന്നറിയില്ല, കുറച്ച് മാസങ്ങളെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ എത്രയോ വർഷങ്ങൾ പഠിച്ചൊരു ഫീല്. നുസൈബ ആലോചിച്ചു, പഠിച്ചോനെ കോളേജിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മനസ്സിൽ 1000 പ്രതീക്ഷയായിരുന്നു, തൻ്റെ ഷമ്മാസിനെ കാണാൻ പറ്റുമെന്നുള്ള. ഇപ്പോൾ ഇനി എന്താ, എനിക്കതൊന്നും ഇല്ലല്ലോ. എൻ്റെ കാരണം കൊണ്ട് അവനെന്തൊക്കെയോ പറ്റിപ്പോയി. പഠിച്ചോനെ, ഇനിയും ഞങ്ങൾ ഒരുമിച്ചാൽ സമ്മതിക്കില്ല ജീവിക്കാൻ. ഒരിക്കലും അയാൾ ഞങ്ങളെ സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അല്ലാ, എത്ര പ്രതീക്ഷയോടെയായിരുന്നു വന്നിരുന്നത്. പാവം ആ ഷമ്മാസ് എനിക്ക് വേണ്ടിയും ഒരുപാട് കൊതിച്ചിരുന്നു. സാരല്ല. എടി എന്തപ്പോൾ ആലോചിക്കണത്? വാ നമുക്ക് ആ ഭാഗത്തൊക്കെ പോയിട്ട് സാറിൻ്റെയും മിസ്സിൻ്റെയുടെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ മറ്റേ കാര്യത്തെക്കുറിച്ച് നീ വിഷമിക്കണ്ട കേട്ടോ, അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്ക്, നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലക്ക് ഷിഫയായ എന്നെ നീ വിശ്വസിക്കാം. അല്ലാതെ ഞാൻ വെറുതെ പറയുകയല്ല. നിനക്കുള്ള നീതി ഞാൻ നേടിത്തരും, ഈ നോക്കിക്കോ. അവസാനമായി അവർ ഒരിക്കൽ കൂടി അതാ കെട്ടിപ്പിടിച്ച് കരയുന്നു. പെണ്ണെ കരയല്ലേ, കരഞ്ഞാലേ എക്സാമിനുള്ള ഊർജ്ജം നഷ്ടപ്പെടും. നീ ഇങ്ങനെ കരയല്ലേ. ഷിഫ, നീ പ്രാർത്ഥിക്കണം, ഷമ്മാസിനൊന്നും പറ്റരുത്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഹേയ്, അവനക്കൊന്നൊന്നും ഇനി പറ്റില്ല മോളെ. പഠിച്ചോണ്ട് നമ്മളെ കൂടെ ഇല്ല. എന്നും ഒരാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ചതിയിലൂടെയൊക്കെ പരാജയപ്പെടുത്താം. ധീരന്മാരെ അങ്ങനെ മാത്രമേ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ, അല്ലാതെ നേരിട്ടവർ മുന്നിലേക്ക് വരില്ല. നിന്റെ ഷമ്മാസ് ധീരനാണ്, അവൻ എല്ലാത്തിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കും. നോക്കിക്കോ, നിന്നെ അവൻ സംരക്ഷിക്കും. നിന്റെ കൂടെ അവൻ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കും. ആ ഒരു കാഴ്ച കണ്ട് ഞാൻ സന്തോഷിക്കും. ഈ നോക്കിക്കോ, ഇതൊക്കെ നടക്കും. പറയുന്നത് മറ്റാരുമല്ല, ഷിഫയാണ്. എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ നീ നോക്ക്, എല്ലാം ഷിഫയാണ്. ഞാൻ പറഞ്ഞാലേ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. പഠിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഈ നോക്കിക്കോ, ഒന്നുകൊണ്ട് വിഷമാവണ്ട. നുസൈബയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷിഫ അതാ അവളെ ബസ് കയറ്റുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഒരിക്കൽ കൂടി അവൾ ഷിഫയെ തിരിഞ്ഞു നോക്കി സലാം പറഞ്ഞുകൊണ്ട് അവരതാ അകലുന്നു. ആ കണ്ണുകൾ അകലുന്നു. ഹൃദയം പൊട്ടുന്ന കാഴ്ചയായിരുന്നു അത്. ആ ഷിഫ അകന്നകന്ന് പോകുന്നു.
അവൾ ബസ്സിൽ നിന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഷമ്മാസിൻ്റെ മൊബൈൽ ഷോപ്പ്. അത് അനാഥമായി അവിടെ ആളില്ലാതെ കിടക്കുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ നുസൈബയുടെ ഹൃദയം പൊട്ടിപ്പോയി. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.